നമസ്കാരം. ബിജൂസ് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ക്വിസ് പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. സാധാരണ അങ്ങനെയല്ലല്ലോ. സാധാരണ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പോരുകയാണ്, നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞു പോരുകയാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇന്നൊരു ക്വിസ് പ്രോഗ്രാമിലേക്ക് പോയി? ഒക്ടോബർ 2 എന്താ പ്രത്യേകത? ഗാന്ധി ജയന്തിയാണ്. അപ്പോൾ ഗാന്ധി ജയന്തിക്ക് നമുക്ക് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരു ക്വിസ് പ്രോഗ്രാം നടത്താം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 25 ചോദ്യം നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നവർക്ക് നെയ്യാറ്റിൻകരയിലുള്ള ബിജൂസ് പി എസ് സിയുടെ വക ഒരു പ്രത്യേക സമ്മാനവും ഉണ്ടായിരിക്കും. നിങ്ങളെ വിളിക്കുകയും നിങ്ങൾക്ക് ആ സമ്മാനം എത്തിച്ചു തരികയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ റെഡിയല്ലേ ക്വിസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ? തുടങ്ങാം അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ച പോർബന്തറിൻ്റെ മറ്റൊരു പേരെന്ത്? അപ്പോൾ ഞാനൊന്നുകൂടി പറയാം. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. ഗാന്ധി ജനിച്ച വർഷം അറിയാം, 1869 ഒക്ടോബർ 2. ഗാന്ധി ജനിച്ച സ്ഥലം അറിയാം, പോർബന്തർ. എൻ്റെ ചോദ്യം അതൊന്നുമല്ല. എന്താ എൻ്റെ ചോദ്യം? പോർബന്തറിന് മറ്റൊരു പേരുണ്ട്. എന്താണ് പോർബന്തറിൻ്റെ പേര്? അതാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാമല്ലോ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ഗെയിൽസ് എന്ന് പറയുന്ന ഒരാൾ പക്ഷേ ഇങ്ങനെ ഗാന്ധിയുടെ സ്കൂളിൽ പരിശോധനയ്ക്ക് വരികയാണ്. പരിശോധനയ്ക്ക് എത്തിയപ്പോൾ അക്ഷരജ്ഞാനം പരിശോധിക്കാനായിട്ട് അദ്ദേഹം ഒരു 5 വാക്കുകൾ നൽകി. ആ 5 വാക്കുകളിൽ ഒരു വാക്ക് ഗാന്ധിജി തെറ്റായിട്ട് എഴുതി. ഗാന്ധിജിയുടെ അധ്യാപകൻ അടുത്ത് നിന്ന് തിരുത്താനൊക്കെ ശ്രമിച്ചു. എന്നിട്ടൊന്നും ഗാന്ധി ആ തെറ്റ് തിരുത്താൻ തയ്യാറായില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ വാക്ക് ഏതാണെന്നാണ് എൻ്റെ ചോദ്യം. ചോദ്യം ഞാൻ വായിക്കാം. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ഗെയിൽസ് എന്ന് പറയുന്ന ആൾ പരിശോധനയ്ക്കായിട്ട് എത്തിയപ്പോൾ അക്ഷരജ്ഞാനം പരിശോധിക്കാനായിട്ട് അദ്ദേഹം നൽകിയ 5 വാക്കുകളിൽ ഗാന്ധിജി തെറ്റായി എഴുതിയ വാക്ക് ഏത്? ഇനി അപ്പോൾ അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഗാന്ധിജി കുട്ടിക്കാലത്ത് അച്ഛൻ്റെ പെർമിഷനോടുകൂടി 1-2 നാടകങ്ങൾ കാണാൻ പോയിട്ടുണ്ട്. അതിൽ ഗാന്ധിജി കണ്ട ഒരു നാടകത്തിൽ അതിലെ ആ നായകൻ ഗാന്ധിജിയെ വളരെയധികം സ്വാധീനിച്ചു. അത് ഏത് നാടകമാണ് എന്നാണ് എൻ്റെ ചോദ്യം. അപ്പം ഞാൻ ആ ചോദ്യം വിശദമായി പറയാം. ഗാന്ധിജി കണ്ട നാടകങ്ങളിൽ ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച നാടകമേത്? ഗാന്ധിജി കണ്ട നാടകങ്ങളിൽ ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച നാടകമേത്? അതാണ് എൻ്റെ മൂന്നാമത്തെ ചോദ്യം. ഓക്കെ. അപ്പോൾ നാലാമത്തേലേക്ക് വരാം. ഗാന്ധിജിക്ക് ഒരു വളർത്തമ്മയുണ്ടായിരുന്നു. ആ വളർത്തമ്മയെക്കുറിച്ച് ഗാന്ധിയുടെ ആത്മകഥയിൽ പറയുന്നുണ്ട്. സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ ഗാന്ധിജി പറയുന്നുണ്ട്. ഗാന്ധിജിയുടെ ആ വളർത്തമ്മയുടെ പേരെന്ത്? ചോദ്യം 4: ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേരെന്ത്? അതാണ് നാലാമത്തെ ചോദ്യം. ഓക്കെ. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നിന്ന് ആദ്യം ഇംഗ്ലണ്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. പിന്നെ അദ്ദേഹം എവിടേക്ക് പോവാണ്? സൗത്ത് ആഫ്രിക്കയിലേക്ക് പോവാണ്. അങ്ങനെയുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം ഗാന്ധിജിയെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഗാന്ധിജി ആദ്യം ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പുസ്തകത്തിലാണ് ഗാന്ധിജി ആദ്യമായി ലേഖനങ്ങൾ എഴുതുന്നത്. അവിടെ ഒരു പ്രത്യേക സംഘടനയുടെ മീറ്റിങ്ങിനൊക്കെ പങ്കെടുത്തിട്ട് ആ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാസിക, ആ മാസികയിലാണ് ഗാന്ധിജി ആദ്യമായി ലേഖനങ്ങൾ എഴുതിയത്. അപ്പോൾ ചോദ്യത്തിലേക്ക് വരാം. ഗാന്ധിജി ആദ്യമായി ലേഖനങ്ങൾ എഴുതിയ ആ പ്രസിദ്ധീകരണം ഏതാണ്? ഗാന്ധിജി ആദ്യമായി ലേഖനങ്ങൾ എഴുതിയ പ്രസിദ്ധീകരണത്തിൻ്റെ പേരെന്താണ്? ഞാൻ ഒരു ക്ലൂ പോലെയാണ് ഞാനൊരു കാര്യം അതിനകത്ത് പറഞ്ഞത്. ആ പ്രസിദ്ധീകരണം ഇംഗ്ലണ്ടിലായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നാണ് ആ പ്രസിദ്ധീകരണം നടത്തിയിരുന്നത്. അതൊരു പ്രത്യേക സംഘടന, ഗാന്ധിജി അംഗമായി ചേർന്ന ഒരു പ്രത്യേക സംഘടനയുടെ ഒരു പ്രസിദ്ധീകരണമാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം എത്രയായി? 5ാമത്തെ ചോദ്യമാണോ അതെ 6ാമത്തെ ആണോ? 6ാമത്തെ ചോദ്യമാണ്. 6ാമത്തെ ചോദ്യം. അപ്പോൾ എന്താ 6ാമത്തെ ചോദ്യം? ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ പോയി ഞാൻ പറഞ്ഞല്ലോ. ഗാന്ധി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ ഗാന്ധിജി അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടു. ഗാന്ധിജി ഇറക്കി വിട്ട ആ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഗാന്ധിയുടെ പേരിലുള്ളൊരു സ്മാരകമൊക്കെയാണ്. ഗാന്ധിയുടെ പ്രതിമയൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ APJ അബ്ദുൽ കലാം പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് സൗത്ത് ആഫ്രിക്ക സന്ദർശിച്ചപ്പോൾ അദ്ദേഹം അവിടെ ചെല്ലുകയും ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ചോദ്യം,
സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജി ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? അതാണ് ചോദ്യം. ഓക്കെ, 6 കഴിഞ്ഞു, 7ലേക്ക് വരികയാണ്. ഇനി സൗത്ത് ആഫ്രിക്കയിൽ തന്നെ നിൽക്കുകയാണ് ഞാൻ. സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് 1893 ഗാന്ധിജി ഒരു സംഘടന രൂപീകരിച്ചു. 1893 സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി രൂപീകരിച്ച സംഘടന ഏതാണ്? 1893 സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി രൂപീകരിച്ച സംഘടന ഏതാണ്? സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെ ചേർത്തുകൊണ്ടാണ് ഗാന്ധിയുടെ ഒരു സംഘടന രൂപീകരിച്ചത്. ആ സംഘടന ഏതെന്നാണ് എൻ്റെ ചോദ്യം. വീണ്ടും സൗത്ത് ആഫ്രിക്കയിൽ തന്നെയാണ്. കാരണം ഞാൻ ഈ ചോദ്യങ്ങൾ കൂടുതലും എടുത്തത് ഗാന്ധിയുടെ ആത്മകഥയിൽ നിന്നാണ്. അപ്പോൾ ഗാന്ധിയുടെ ആത്മകഥ വായിച്ചിട്ടുള്ളവർക്ക് ഈ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞു വരുന്ന സംഭവങ്ങളൊക്കെ തന്നെ PSCയുടെ സ്ഥിരം ചോദ്യങ്ങൾ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 1904 സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധി ആരംഭിച്ച പത്രമേത്? 1904 സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധി ആരംഭിച്ച പത്രം ഏതാണ്? ഒരു ക്ലൂ തരാം. ഇന്ത്യക്കാരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ഗാന്ധി ആരംഭിച്ച പത്രമാണ്. അവിടെ ഉണ്ട് ആ പത്രത്തിൻ്റെ പേര്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്ലൂ തന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച ടോൾസ്റ്റോയിയുടെ പുസ്തകം ഏത്? ക്വസ്റ്റ്യൻ നമ്പർ 9 ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച ടോൾസ്റ്റോയിയുടെ പുസ്തകം ഏതാണ്? എൻ്റെ ചോദ്യം ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച ടോൾസ്റ്റോയുടെ പുസ്തകം ഏത് എന്നാണ്. ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകം ഏത് എന്നല്ല. ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകം എന്ന് പറയുന്നത് അൺടു ദിസ് ലാസ്റ്റ് ആണ്. അതൊരു ക്ലൂ ആണ്. അപ്പോൾ ആ പുസ്തകമല്ല, ടോൾസ്റ്റോയുടെ പുസ്തകം ഏത് എന്നാണ് എൻ്റെ ചോദ്യം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 10 ഗാന്ധിജി സർവോദയ എന്ന പേരിൽ ഗുജറാത്തി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത പുസ്തകം. ഗാന്ധിജി സർവോദയ എന്ന പേരിൽ ഗുജറാത്തി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത പുസ്തകം ഏത് എന്നാണ് അടുത്ത ചോദ്യം. ഗാന്ധിജി സർവോദയ എന്ന പേരിൽ ഗുജറാത്തി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത പുസ്തകം ഏത്? എൻ്റെ മലയാളം പറയുകയാണെങ്കിൽ എല്ലാവർക്കും ക്ഷേമം എന്നാണ്. എല്ലാവർക്കും ക്ഷേമം എന്നാണ് അതിൻ്റെ മലയാളം. ഓക്കെ, അപ്പോൾ 11 ഗാന്ധിജിയുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനാഗീതമുണ്ട്. ഗാന്ധിജി ഇഷ്ടപ്പെട്ട പ്രാർത്ഥനാഗീതമാണ്. ഗുജറാത്തി ഭാഷയിലുള്ളൊരു പ്രാർത്ഥനാഗീതമാണ്. നമുക്കറിയാം വൈഷ്ണവ ജയതോ. നമ്മൾ പല സിനിമകളിലും ഒക്കെ പലരും പാടിക്കൊണ്ട് നടക്കുന്നതായിട്ട് ഇങ്ങനെ കാണാറുണ്ട്, വൈഷ്ണവ ജയതോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ വൈഷ്ണവ ജയതോ എന്ന ആ പ്രാർത്ഥനാഗീതം അത് ഗുജറാത്തി ഭാഷയിലാണ് രചിച്ചത്. ആ കവി ആരാണ്? അപ്പോൾ ഗാന്ധിജിയുടെ ഇഷ്ട പ്രാർത്ഥനാഗീതമാണ് വൈഷ്ണവ ജയതോ. ആ വൈഷ്ണവ ജയതോ രചിച്ച ഗുജറാത്തി കവി ആരാണ് എന്നതാണ് ചോദ്യം. ഈ അടുത്ത കാലങ്ങളിൽ 1-2 PSC ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഞാൻ ഈ ചോദ്യം കാണുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങളൊന്ന് പ്രത്യേകിച്ച് അറിയില്ലെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ 12ലേക്ക് പോകാമല്ലോ. ഏറ്റവും കൂടുതൽ നമ്മൾ ഗാന്ധിയെക്കുറിച്ച് കേൾക്കുന്നത് ഗാന്ധിയുടെ ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. ഉപ്പു സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഗാന്ധിജിയാണല്ലോ. അപ്പോൾ ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു അല്ലേ? ഗാന്ധിജി നമ്മുടെ ദണ്ഡി കടപ്പുറത്ത് കടൽ വെള്ളം കോരി ഉപ്പുണ്ടാക്കി ഉപ്പ് നിയമമൊക്കെ ലംഘിച്ചു. അപ്പോൾ ഗാന്ധിജിയെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തിട്ട് ഗാന്ധിയെ ജയിലിലടച്ചു. എൻ്റെ ചോദ്യം ഗാന്ധിയെ അടച്ച ആ ജയിൽ ഏതാണെന്നാണ്. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഗാന്ധിജിയെ അടയ്ക്കപ്പെട്ട ജയിൽ ഏത് എന്നാണ് എൻ്റെ ചോദ്യം. ഓക്കെ, അപ്പോൾ അത് എത്രാമത്തെയാ? 12ാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. അടുത്ത ഞാൻ 13ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ചോദ്യം നമ്പർ 13 ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നികുതി നിഷേധ സമരം ഏതാണ്? ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നികുതി നിഷേധ സമരമാണ് നോൺ ടാക്സ് സത്യാഗ്രഹ. അതേതാണ് എന്നുള്ളതാണ് 13ാമത്തെ ചോദ്യം. ഇനി 14ലേക്ക് വരുമ്പോൾ നമ്മൾ ഗാന്ധിജി ആശ്രമം സ്ഥാപിച്ചതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ആശ്രമം സ്ഥാപിക്കുന്നത് എവിടെയാണ്? അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് കൊച്ച്റാബ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷെ കൊച്ച്റാബിൽ പ്ലേഗ് ബാധയൊക്കെ ഉണ്ടായതുകൊണ്ട് ഗാന്ധി അവിടെ നിന്ന് മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് ഗാന്ധി സബർമതിയിലേക്കൊക്കെ പോകുന്നത്.
സബർമതി ആശ്രമത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ സബർമതി ആശ്രമത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് സേവാഗ്രാം എന്ന് പറയുന്ന ആശ്രമത്തെക്കുറിച്ചാണ്. ഗാന്ധി വാർധയിൽ സ്ഥാപിച്ചു, വാർധ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ വാർധയിലെ ആ സേവാഗ്രാം ആശ്രമം, ആ ആശ്രമം ഗാന്ധിജി ഏത് വർഷമാണ് സ്ഥാപിച്ചത്? അപ്പം ഗാന്ധിജി സേവാഗ്രാം ആശ്രമം സ്ഥാപിച്ച വർഷമേത്? അതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം 14 ഇപ്പോൾ കഴിഞ്ഞത്. അടുത്ത 15 വരികയാണ്. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വെച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചു. അതായത് ചെറിയ ക്ലാസ് മുതൽ തന്നെ കുട്ടികളെ വിദ്യാഭ്യാസത്തിനോടൊപ്പം എന്തെങ്കിലും കൈത്തൊഴിൽ കൂടി പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരാശയം. അപ്പോൾ അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഗാന്ധിജി ഒരു വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചു. ചോദ്യം ഇതാണ്, ആ വിദ്യാഭ്യാസ പദ്ധതിക്ക് പറയുന്ന പേരെന്താ? അപ്പം ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? അതാണ് 15ാമത്തെ ചോദ്യം. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? അതാണ് ചോദ്യം. ഓക്കെ. ഇനി ഗാന്ധിജിയുടെ സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന സത്യാഗ്രഹം ഏതാ? ചമ്പാരനല്ലേ? ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലാണ് ചമ്പാരൻ. 1917 ഗാന്ധി ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സത്യാഗ്രഹം നടത്തി. അത് ചമ്പാരൻ സത്യാഗ്രഹമാണ് എന്നൊക്കെ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ പഠിച്ചു പോകുമ്പോൾ ഇങ്ങനെ കേട്ട് പഠിച്ചു പോകുന്നൊരു സംഭവമാണ്. എൻ്റെ ചില എപ്പിസോഡുകളിൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പക്ഷെ ഞാനിവിടെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ചമ്പാരൻ സത്യാഗ്രഹം നടത്താനായിട്ട് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകൻ്റെ പേരെന്താണ്? ഒരു കർഷകൻ ഗാന്ധിജിയെ വന്ന് കണ്ട് ഗാന്ധിജി അടുത്ത് ബീഹാറിലെ ചമ്പാരനിലെ കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഗാന്ധിജി അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. ആ കർഷകൻ്റെ പേരെന്താണ് എന്നാണ് എൻ്റെ ചോദ്യം. ചമ്പാരൻ സത്യാഗ്രഹം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകനാര്? അതാണ് ചോദ്യം. അത് 16ാമത്തെ ചോദ്യമാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകൻ ആരാണ്? ഇനി 17ലേക്ക് പോവാം. നമ്മൾ സ്ഥിരമായിട്ട് ഗാന്ധിജിയെ കാണുമ്പോൾ ഗാന്ധിജി ഒരു ചർക്കയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാറുണ്ട്. ഒരു ചർക്ക ഇങ്ങനെ വെച്ചിട്ട് അതിലിങ്ങനെ പിടിച്ച് ഇരിക്കുന്ന ഗാന്ധിജിയുടെ ഫോട്ടോയാണല്ലോ മിക്കവാറും നമ്മൾ ഈ ഖാദി വസ്ത്രങ്ങൾ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലും ഖാദിയുടെ ഓഫീസിലും ഒക്കെ നമ്മൾ കാണുന്ന, ഗാന്ധിയെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ നമ്മൾ കാണുന്ന ഒരു ചിത്രമാണ്. ഗാന്ധി ഇങ്ങനെ ഒരു ചർക്കയുടെ അടുത്തിരിക്കുന്ന ഒരു പടം. അത് ഗാന്ധി ചർക്ക തിരിക്കുന്ന ആ ഒരു വിഖ്യാതമായൊരു ഫോട്ടോ. ആ ഫോട്ടോ എടുത്തത് ഒരു അമേരിക്കൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ചർക്ക തിരിക്കുന്ന ഗാന്ധിയുടെ വിഖ്യാതമായ ഫോട്ടോ, ആ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫറുടെ പേരെന്ത്? ചോദ്യം ഇതാണ്. ചർക്ക തിരിക്കുന്ന ഗാന്ധിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫറുടെ പേരുണ്ട്. കാരണം ഗാന്ധിജി ഫോട്ടോയ്ക്കൊന്നും അങ്ങനെ പോസ് ചെയ്യുന്ന ആളല്ല. ഗാന്ധിജിക്ക് ഫോട്ടോ എടുക്കുന്നതിനകത്തൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഗാന്ധി പലപ്പോഴും അതിനെ എതിർത്തിരുന്ന ആളാണ്. എന്നിട്ട് കൂടി ഇങ്ങനൊരു ഫോട്ടോയ്ക്ക് വേണ്ടി ഗാന്ധിജി പോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് പ്രത്യേകിച്ച് ഇങ്ങനെ വാർത്തകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോഗ്രാഫറുടെ പേര് നിങ്ങളോട് ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ 18ലേക്ക് പോവാണ്. ചോദ്യം നമ്പർ 18ാമത്തെ ചോദ്യം ഇതാണ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി വിശേഷിച്ചതാര്? നമ്മൾ ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് നമ്മളൊക്കെ വിളിക്കാറുണ്ട്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആര് എന്നാണ് ചോദ്യം. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചു ടാഗോർ, അല്ലേ? അതൊരു ക്ലൂ ആണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോറാണ്. അപ്പോൾ എൻ്റെ ചോദ്യം അതല്ലല്ലോ. എൻ്റെ ചോദ്യം ഇതാണ്, ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, 19ലേക്ക് പോട്ടെ. ചോദ്യം നമ്പർ 19. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. അദ്ദേഹം പിന്നീട് ഇന്ത്യയിൽ വളരെ പ്രശസ്തമായ ചില പദവിയിലൊക്കെ വന്നെത്തിയ ഒരാളാണ്. അദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരനാണ്. ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. ഗാന്ധിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പദ്ധതിയൊക്കെ അവതരിപ്പിച്ച ഒരാളാണ്. ഇത് ഞാൻ മുന്നൊരു എപ്പിസോഡിൽ വളരെ വിശദീകരിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ എപ്പിസോഡ് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരം, അല്ലെങ്കിൽ നിങ്ങളിത് കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം പറയാനും പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ വായിക്കാം അല്ലേ. ചോദ്യം ഇതാണ്, ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓക്കെ, അപ്പോൾ 20ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 1940 ഡിസംബർ 24
സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരുവാൻ അപേക്ഷിച്ചുകൊണ്ട് പ്രിയ സുഹൃത്തേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഗാന്ധിജി ഒരു കത്തെഴുതി. ഗാന്ധിജി ആർക്കാണ് ഈ കത്തെഴുതിയത്? ഞാൻ ഒന്നുകൂടി പറയാം. 1940 ഡിസംബർ 24 സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരുവാൻ അപേക്ഷിച്ചുകൊണ്ട് പ്രിയ സുഹൃത്തേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഗാന്ധിജി കത്തെഴുതിയത് ആർക്കാണ്? ഇതാണ് ചോദ്യം. ഓക്കെ, അത് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച സമയത്ത് ഗാന്ധിജി എഴുതിയൊരു കത്താണ്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും. രണ്ടാം ലോക മഹായുദ്ധത്ത് യുദ്ധരംഗത്ത് വളരെ കുഴപ്പക്കാരനായി നിന്ന ഒരാൾക്കാണ് ഈ കത്ത് എഴുതിയത് എന്ന് പറയാം. അടുത്ത ചോദ്യം 21. നമ്മുടെ ഗാന്ധിജി 1948 ജനുവരി 30 വെള്ളിയാഴ്ച വൈകുന്നേരം 5:17 ദില്ലിയിലെ ബിർള ഹൗസിൽ വെച്ച് നാഥൂറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് രക്തസാക്ഷിയായി. നമുക്കറിയാം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു എപ്പിസോഡിൽ ഇതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മരണമടയുന്ന സമയത്ത് ഗാന്ധിജി ധരിച്ചിരുന്ന ആ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന ഒരു എന്താ പറയുക, ഒരു മ്യൂസിയമുണ്ട്. ഈ അടുത്ത കാലത്താണ് ആ മ്യൂസിയം, അടുത്ത കാലത്തല്ല, 1959 1959 ആ മ്യൂസിയം സ്ഥാപിതമായത്. ആ മ്യൂസിയം എവിടെയാണ്? ചോദ്യം ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം, അതായത് ഗാന്ധി മരണമടയുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ സൂക്ഷിക്കുന്ന മ്യൂസിയമാണ് ഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം. ഇത് 1959 സ്ഥാപിക്കപ്പെട്ടതാണ്. ഇത് എവിടെയാണ് എന്നാണ് എൻ്റെ ചോദ്യം. ചോദ്യം ഒന്നുകൂടെ പറയാമല്ലോ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം 22 വരികയാണ്. ചോദ്യം 22. നമ്മൾ ഇന്ത്യ സ്വതന്ത്രമായി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോൾ തന്നെ പറയുന്നു 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരികയല്ലേ. എന്നിട്ട് ഇപ്പം തന്നെ ഞാനൊരു കാര്യം പറയുകയും ചെയ്തു, 1948 ജനുവരി 30 ഗാന്ധി രക്തസാക്ഷിയായി എന്നൊക്കെ പറഞ്ഞു. ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് ഞാനൊരു സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കാം. ചോദ്യം എത്രയേ ഉള്ളൂ. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധി എത്ര ദിവസമാണ് ജീവിച്ചിരുന്നത്? നിങ്ങൾക്ക് ഇപ്പം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പറയാമല്ലോ. ഞാൻ ഈ പറഞ്ഞ വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പറയാവുന്നൊരു ചോദ്യമാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധി എത്ര ദിവസമാണ് ജീവിച്ചിരുന്നത്? ഇത്രയേ ഉള്ളൂ ചോദ്യം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം കേരളവുമായിട്ട് ബന്ധപ്പെട്ടാകാം. ഗാന്ധിജിയും കേരളവും. ഗാന്ധി എന്നാ കേരളത്തിൽ വന്നത് ആദ്യമായിട്ട്? അത്രയേ ഉള്ളൂ ചോദ്യം. അപ്പം ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയ വർഷം ഏത്? ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയ വർഷം ഏത്? ചോദ്യം 23 ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷം ഏതാണ്? ഓക്കെ, അടുത്ത 24. ഗാന്ധിജിയെക്കുറിച്ച് നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കവിത ഏതാണ്? ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കവിത ഏതാണ്? ഓക്കെ, അപ്പോൾ അത് എത്രാമത്തെ ചോദ്യമാണ്? 24ാമത്തെ ചോദ്യമാണ്. ഗാന്ധിയെക്കുറിച്ച് വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കവിത ഏതാണ്? ഞാനപ്പോൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഇന്നത്തെ എൻ്റെ ഈ ക്വിസ് പ്രോഗ്രാമിൽ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ചോദ്യം നമ്പർ 25. 24 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു, 25ലേക്ക് വന്നു. ഓസ്കാർ അവാർഡുകൾ ഒരുപാട് ലഭിച്ചൊരു സിനിമയുണ്ടല്ലോ ഗാന്ധിയെക്കുറിച്ച്, ഗാന്ധി എന്ന് പറഞ്ഞിട്ട്. ഓസ്കാർ അവാർഡുകൾ ലഭിച്ച ഗാന്ധി എന്ന സിനിമയിൽ ഗാന്ധിയായിട്ട് അഭിനയിച്ചതാണ്. അതാണ് ചോദ്യം. അപ്പോൾ ഓസ്കാർ അവാർഡുകൾ ലഭിച്ച ഗാന്ധി എന്ന സിനിമയിൽ ഗാന്ധിജിയായി അഭിനയിച്ചതാണ്. ഞാൻ അതിലേക്ക് കൂടി പോകാനുള്ള, അങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് കൂടി പോകാനുള്ള കാരണം, നമ്മുടെ PSC ഇപ്പോൾ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആർട്ട് ആൻഡ് ആർക്കിടെക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മേഖല അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പുതിയ സിലബസിനകത്തെ. അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന SCERTയുടെ NCERTയുടെ ഒക്കെ പുസ്തകങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയ സിനിമ ഏത്, നാടകം ഏത്, പുസ്തകം ഏത്, പത്രം ഏത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ PSC തപ്പിപ്പിടിച്ച് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഈ ചോദ്യങ്ങൾ ഞാനൊരു ക്വിസ് പ്രോഗ്രാമായിട്ട് നടത്തിയെങ്കിലും അത് നിങ്ങൾക്കൊരു ക്വിസ് പ്രോഗ്രാമിന് മാത്രം ഉപയോഗിക്കാനല്ല. നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു പോയ 25 ചോദ്യങ്ങളും. അപ്പോൾ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച്
ബിജൂസ് PSC നടത്തിയ ഈ ക്വിസ് മത്സരത്തിൽ ആദ്യം മുഴുവൻ ഉത്തരങ്ങൾ അയക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശരി ഉത്തരങ്ങൾ ആദ്യം അയക്കുന്നവർക്ക് ഒരു പ്രത്യേക സമ്മാനം ഉണ്ടായിരിക്കും. പിന്നെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ തന്നെ വിജയിയെ ഞാൻ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ തന്നെ ഇതിൻ്റെ മുഴുവൻ ഉത്തരങ്ങളും നിങ്ങൾക്ക് നൽകുന്നതുമായിരിക്കും.